കൊല്ലം സ്വദേശിയായ യുവതിയെയും 1.5 വയസ്സുകാരിയായ മകളെയും ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 1 വർഷമായിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല എന്ന പരാതിയുമായി കുടുംബം രംഗത്ത്. കേസ് അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിവേദനം നൽകി. കഴിഞ്ഞ വർഷമാണ് കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശിനി വിഭഞ്ചിക മണിയനെയും 1.5 വയസ്സുള്ള മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2025 ജൂലൈ 8-നാണ് കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശിനി വിഭഞ്ചികയെയും 1.5 വയസ്സുള്ള മകൾ വൈഭവിയെയും ഷാർജയിലെ അൽനഹദയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഭഞ്ചികയുടെ മരണം ആത്മഹത്യയാണെന്നും കുഞ്ഞ് ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നുമായിരുന്നു പ്രാഥമിക കണ്ടെത്തൽ. എന്നാൽ ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും മാനസികവും ശാരീരികവുമായ പീഡനമാണ് ഇരുവരുടെയും മരണത്തിലേക്ക് നയിച്ചതെന്നാണ് വിഭഞ്ചികയുടെ കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് ലോക്കൽ പോലീസ് കേസെടുത്തെങ്കിലും സംഭവം വിദേശ രാജ്യത്ത് നടന്നതിനാൽ പിന്നീട് അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് വിഭഞ്ചികയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും പ്രതി ചേർത്തവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള തുടർ നടപടികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്ന് വിഭഞ്ചികയുടെ അമ്മ പറയുന്നു. ഇന്ത്യൻ കോൺസുലേറ്റ് നമുക്ക് സഹായിക്കണം, അതിന് നമ്മൾ ആഭ്യന്തരം അതിന് ഞങ്ങൾക്ക് അത് നേടിത്തരണം. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ ഞാനൊരു പേഷ്യൻ്റാണ്. എനിക്ക് എത്ര കാലം ഇതിൻ്റെ പുറകിൽ ഓടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ മരണത്തിന് മുമ്പ് എനിക്ക് നീതി മേടിച്ചു കൊടുക്കണം എൻ്റെ മക്കൾ. അതാണ് എൻ്റെ പ്രശ്നം. ആത്മഹത്യാക്കുറിപ്പടക്കം കേസിൽ നിർണായക തെളിവുകൾ ലഭ്യമായിട്ടും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അന്വേഷണം അനന്തമായി നീളുകയാണെന്നാണ് വിഭഞ്ചികയുടെ സഹോദരൻ ശരൺ പറയുന്നത്. 1 വർഷം പിന്നിട്ടിട്ടും പ്രതികളുടെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ശരൺ ആരോപിച്ചു. നമ്മളെ ശുഭപ്രതീക്ഷയോടെയാണ് തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഈ കുറ്റം ചെയ്ത ആളുകൾ മറ്റൊരു രാജ്യത്ത് സ്വൈര്യമായിട്ട് അവർ വിവരിക്കുകയാണ്. അവർക്ക് ഇത് നമ്മുടെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവർക്ക് ഇത് ബോധമല്ല. അവരുടെ ജീവിതം ഇപ്പോഴും സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശത്ത് നടന്ന സംഭവമായതിനാൽ അന്വേഷണത്തിന് പ്രായോഗിക വെല്ലുവിളികളുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികളുടെ വിശദീകരണം. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സജീവ ഇടപെടലുണ്ടായാൽ കേസന്വേഷണം വേഗത്തിലാക്കാൻ കഴിയുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. അമൃത ന്യൂസ്, കൊല്ലം.